യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറി ട്രംപ്. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ 8 രാജ്യങ്ങൾക്കാണ് അധിക താരിഫ് ഭീഷണി ട്രംപ് ഉയർത്തിയത്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കൽ സംബന്ധിച്ചുള്ള എതിർപ്പുകളാണ് അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് കടന്നത്. വിവരങ്ങൾ നൽകാൻ വീണ്ടും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ട്രംപ് പെട്ടെന്നൊരു യു ടേൺ അടിക്കാൻ കാരണം? അശ്വതി, യു ടേൺ അടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മാർക്ക് റുട്ടയുടെ ഇടപെടൽ, അതായത് നേറ്റോ സഖ്യത്തിൻ്റെ അധ്യക്ഷൻ്റെ ഇടപെടലാണ് ഈ യു ടേണിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്താനുള്ള നീക്കം ഫെബ്രുവരി 1 തീയതി മുതലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫെബ്രുവരി 1 തീയതി മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം വരികയും തങ്ങൾക്ക് ഗ്രീൻലാൻഡ് വിട്ടുകിട്ടിയേ തീരൂ എന്ന നിലപാട് ഇന്നലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ട്രംപ് മാർക്ക് റുട്ടയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതായത് നാറ്റോ അംഗരാജ്യങ്ങളുടെ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ മാന്യമായ വഴികൾ വീണ്ടും തുടരുകയും അക്കാര്യത്തിൽ തുടർ ചർച്ചകളാകാമെന്ന ഒരു നിലപാട് നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ടായി. നാറ്റോ മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയുകയും ചെയ്തു. നാറ്റോ വ്യക്തമാക്കിയത് യുക്രൈൻ റഷ്യ സംഘർഷമാണ് പ്രധാനമായും അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയം. അതായത് 3 വർഷത്തോളേറെയായി തുടരുന്ന യുദ്ധത്തെ അവസാനിപ്പിക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിനുശേഷം ഗ്രീൻലാൻഡും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നൊരു നിലപാടും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ഇടപെടലിൻ്റെ ഭാഗമായാണ് വളരെ കൃത്യമായി ആ നീക്കത്തിൽ നിന്നും പിന്തിരിയാനുള്ളൊരു നിലപാടെടുത്തത്. മാത്രമല്ല, നാറ്റോ അംഗരാജ്യങ്ങൾ അതിശക്തമായി അമേരിക്കയെ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി നേരത്തെ നമുക്കറിയാവുന്നതാണ്. ബ്രിട്ടൻ്റെ നിലപാടുകൾ കെയർ സ്റ്റാമർ കൃത്യമായും ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്നത് തെറ്റ് എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. അതായത് ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ആ സഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതിലെ അംഗരാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ താരിഫ് ഭീഷണി ഉയർത്തി തടയുക എന്നത് മറ്റു രീതിയിലുള്ള ഒരു ഇടപെടലാണെന്നും ആ ഇടപെടൽ ശരിയല്ല, തെറ്റ് എന്ന് തന്നെ കൃത്യമായി ഔദ്യോഗികമായി ട്രംപിനെ ഫോണിൽ വിളിച്ചറിയിക്കുകയും അത് റീഡ് ഔട്ടായി തന്നെ ലോകത്തിന് മുന്നിൽ അറിയിക്കുകയും, അതായത് എഴുതിയ പ്രസ്താവനയായി തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായും നാറ്റോയുമായി ഇടഞ്ഞു നിൽക്കുന്നത് ബുദ്ധിപൂർവമായൊരു നിലപാടല്ല. മാത്രമല്ല, അതിന് വീണ്ടും പരിഗണന, തൻ്റെ ആവശ്യങ്ങൾക്ക് പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. എങ്കിൽ കൂടി അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അധിക താരിഫ് എന്ന നീക്കത്തിൽ നിന്ന് 8 രാജ്യങ്ങൾക്ക് ചുമത്തിയ താരിഫിൽ നിന്ന് അമേരിക്ക പിന്തിരിയാനുള്ളൊരു തീരുമാനമെടുത്തത്. മാത്രമല്ല, 8 രാജ്യങ്ങൾക്ക് 10% ഫെബ്രുവരി 1 തീയതി മുതലും, അതുപോലെ തന്നെ ജൂൺ 1 തീയതി മുതൽ കൂടുതൽ താരിഫ് 25% ഉയർത്തുമെന്ന ഒരു പ്രസ്താവനയായിരുന്നു അന്ന് വന്നത്. അതെല്ലാം തന്നെ അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്നും നൈസായി പിന്മാറിയിരിക്കുകയാണ് ട്രംപ്. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾക്കായിരുന്നു അധിക താരിഫ് ഭീഷണി ട്രംപ് ഉയർത്തിയത്. എന്നാൽ അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതാണ് ഐസൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.